ഹലോ ഗൈസ്, അപ്പോൾ ഇതോടുകൂടി നമ്മളെ പെരുന്നാൾ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 5:07 പെരുന്നാൾ നിസ്കാരം പറഞ്ഞിട്ടുണ്ടായിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളൊരു 4:30 അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്, സാധാരണ നമ്മൾ എന്നും ലേറ്റ് ആവലാണ്. ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീടിനടുത്തുള്ള ചെറിയൊരു പള്ളിക്കാണ് കേട്ടോ. പള്ളി ചെറുതാണെങ്കിൽ തിക്കിനും തിരക്കിനൊന്നും കുറവില്ല കേട്ടോ. കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കോബാറിലുള്ള വലിയൊരു പള്ളിയിലാണ്. അപ്പോൾ ഇതാ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ എത്തിയോണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഉണ്ടായിന് പള്ളീൻ്റെ ഉള്ളിൽ കേട്ടോ. സാധാരണ ലേറ്റായിട്ട് നമ്മൾ എന്നും പള്ളീൻ്റെ പുറത്താണ് നിസ്കരിക്കൽ. ഇപ്പോൾ ഇതാ തുടങ്ങുമ്പോൾ തന്നെ വലിയ തിരക്കൊന്നുമില്ല, പിന്നീട് അങ്ങോട്ട് ഭയങ്കര തിക്കും തിരക്കായിട്ടോ. ഇവിടെ നമ്മളെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് പള്ളി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മിഠായിയും ചോക്ലേറ്റും ഒക്കെ കിട്ടും കേട്ടോ. പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന പ്രത്യേകിച്ച് അറബ്സൊക്കെ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് വരൽ. അപ്പോൾ നമുക്ക് എല്ലാവരും ചോക്ലേറ്റും മിഠായി അങ്ങനെയൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഗസൽ ബേബിക്ക് ഒരുപാട് നല്ല അടിപൊളി ചോക്ലേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ മിഠായിയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ കഴിക്കണത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല കേട്ടോ. മുട്ടക്കറി പിന്നെ ഞാൻ പിറ്റേ ദിവസം ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നല്ലൊരു ഉറങ്ങി എണീറ്റ് പിന്നെ നേരെ പോയിട്ടുള്ള മലബാർക്കാണ്. സാധാരണ നമ്മൾ പെരുന്നാളിന് വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കൽ കേട്ടോ, എല്ലാവരെയും വിളിച്ചിട്ട്. ഇപ്രാവശ്യം നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കണമല്ലോ, അത് ഒരു ചടങ്ങാണല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നത്തെ പെരുന്നാൾ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.